നമ്മളിപ്പോൾ പോകുന്നത് അക്കാബ ബീച്ചിലേക്കാണ്. ഇതാണ് അക്കാബ ബീച്ച്. ജോർദാനിലെ ചുവന്ന തുറമുഖ നഗരമാണ് അക്കാബ. ഇതിൻ്റെ ബീച്ച് റിസോർട്ടുകൾ വിൻഡ് സർഫിങ്ങിനും മറ്റ് വാട്ടർ സ്പോർട്സിനും പ്രശസ്തമാണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് അക്കാബയിലെ ഈ ബീച്ച്. ഇവിടെ ബോട്ടിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സംഗീത്. 4 പേർക്ക് കൂടി 10 JOD ഇവർ പറയുന്നത്. എല്ലാവരും ബോട്ടിംഗ് നന്നായി എൻജോയ് ചെയ്തു. ആദ്യം സ്പീഡ് കുറച്ച് ഓടിച്ചെങ്കിലും ഏകദേശം നടുക്കെത്തിയോടുകൂടി അവർ സ്പീഡ് നന്നായി കൂട്ടി. ശിവാനി ശരിക്കും പേടിച്ചു. ഷിജേട്ടൻ അവളെ മുറുക്കെ പിടിച്ചാണ് ഇരിക്കുന്നത്. ഈ കടലിൻ്റെ മറുവശം ഇസ്രയേലാണ്. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സംഗീതിനും ശിവാനിക്കും റൈഡിലൊന്ന് ട്രൈ ചെയ്യണം തോന്നി. അങ്ങനെ അവർ ഇലക്ട്രിക് സ്കൂട്ടറിൽ കയറി. അവർ നന്നായി എൻജോയ് ചെയ്തു. രാത്രിയിൽ അക്കാബ ബീച്ച് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അക്കാബയിൽ നമ്മൾ എത്തുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ലോകത്തിലെ തന്നെ 6ാമത്തെ ഉയരമുള്ളതാണ് ജോർദാൻ്റെ ഈ ഫ്ലാഗ്. അക്കാബയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ജോർദാൻ്റെ മെയിൻ അട്രാക്ഷനായ പെട്രയിലേക്കാണ്. അക്കാബയിൽ നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം പെട്രയിലോട്ട് എത്താൻ. ഏകദേശം 135 കിലോമീറ്റർ. പെട്രയിലേക്ക് പോകുന്ന വഴികളാണ് ഇതൊക്കെ. പോകുന്ന വഴികളിലുടനീളം ചെറിയ ചെറിയ ടൗണുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം പെട്രയുടെ അടുത്തേക്ക് എത്താറായി. അതിൻ്റെ എൻട്രൻസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മളിതാ പെട്രയിൽ എത്തിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ 7 അത്ഭുതങ്ങളിൽ വെച്ച് 3ാമത്തേതാണ് ജോർദാനിലെ പെട്ര.
പെട്ര വിസിറ്റിംഗ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പെട്ര മ്യൂസിയം കൂടിയുണ്ട്. 2014 പെട്ര ഡെവലപ്മെൻറ്റ് ആൻഡ് ടൂറിസം റീജിയണൽ അതോറിറ്റി ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഈ മ്യൂസിയത്തിൽ ഏകദേശം 280 പുരാവസ്തുക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അവിടെ ജീവിച്ചിരുന്ന നബാത്യൻസിൻ്റെ ജീവിത രീതിയും അവിടുന്ന് കിട്ടിയിട്ടുള്ള ചരിത്ര കഷ്ണങ്ങളും പെട്രയിൽ നിന്നും കിട്ടിയിട്ടുള്ള അവരുടെ ജീവിത ഉപകരണങ്ങളും ഒക്കെയാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നമ്മളിനി നേരെ ചെല്ലുന്നത് വിസിറ്റർ സെൻറ്റേഴ്സിൻ്റെ എൻട്രൻസിലോട്ടാണ്. ഓൾറെഡി ജോർദാൻ പാസ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ജോർദാൻ പാസ് കാണിച്ചാൽ മതി. 0 ചാർജ് ചെയ്തിട്ടുള്ള ഒരു ടിക്കറ്റ് ഇവിടുന്ന് കിട്ടും. ട്രാവൽ ഗൈഡിനെ വേണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. പെട്ര ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി ഏകദേശം 4-5 മണിക്കൂർ എടുക്കും. നല്ല വെയിലായതിനാലും ശിവാനിയും സംഗീതും നല്ല ടയേർഡ് ആയതിനാലും ഞങ്ങളൊരു ബഗ്ഗി ചൂസ് ചെയ്തു. ഏകദേശം ഒരാൾക്ക് 25 ജെയോടെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. വളരെ ഇടുങ്ങിയ വഴികളിലൂടെയാണ് ഞങ്ങൾ പെട്രയിലോട്ട് പ്രവേശിക്കാൻ പോകുന്നത്. കല്ലുകൊണ്ട് കൊത്തിയെടുത്ത ഒരു നഗരമാണ് പെട്ര. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന മനുഷ്യൻ്റെ കരവിരുതിൻ്റെയും ശില്പവിസ്മയത്തിൻ്റെയും ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. പെട്രയിലേക്ക് പോകുന്ന ഈ ഇടുങ്ങിയ വഴിയെ സിക്ക് എന്നാണ് അറിയപ്പെടുന്നത്.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പെട്രയുടെ മെയിൻ അട്രാക്ഷനായ ട്രഷറിയുടെ മുമ്പിലാണ്. ആ കാണുന്നതാണ് പെട്രയിലെ ട്രഷറി. അതിഗംഭീര വാസ്തുശൈലി ഇവിടെ കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. കല്ലുകൊണ്ട് പാറയിൽ ഒരു ശില്പം പോലെ വെട്ടിയുണ്ടാക്കിയതാണ് ഈ ട്രഷറി. 9 ശില്പങ്ങളാണ് മുകൾ നിലയിൽ മാത്രമായിട്ടുള്ളത്. 2000 വർഷം ആയതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ പഴക്കം കൊണ്ട് പല ശില്പങ്ങളുടെയും മുഖം വ്യക്തമല്ല. ട്രഷറി എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇത് ശരിയായ ഖജനാവ് തന്നെ ആയിരുന്നോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു വിവരവും ഇല്ല. ഇതിൻ്റെ താഴെയായി കാണുന്ന ഈ ഗുഹ വേറെ എവിടേക്കെങ്കിലും പോകാനുള്ള വഴികളാകാം. പക്ഷേ ഇത് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ മുൻപോട്ടേക്ക് നടന്നു. ഇവിടുത്തെ വാസ്തുവിദ്യാശൈലി കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മൃതദേഹം സംസ്കരിച്ചിരുന്ന ടോംബുകൾക്ക് നടുവിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈജിപ്തിലെ പിരമിഡുകളിൽ മമ്മിയെ എങ്ങനെയാണ് സംസ്കരിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് ഈ ടോംബുകളിലും മൃതദേഹങ്ങളെ സംസ്കരിച്ചിരുന്നത്. ഇതുപോലുള്ള ഒരുപാട് ടോംബുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ചുവന്ന പിങ്ക് നിറം ലഭിക്കുന്ന പാറകളുടെ നിറം കാരണം ഇതിനെ റോസ് സിറ്റി എന്നും വിളിക്കുന്നു. അങ്ങനെ പെട്രയിലെ കാഴ്ചകളെല്ലാം തന്നെ കൺകുളിർക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അതിസമ്പന്നമായ ഒരു സംസ്കാരം നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു പെട്ര. വ്യാപാരത്തിലൂടെ അഭിവൃദ്ധിയിലേക്ക് ഉയർന്ന നബാത്യന്മാർ
തങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്നോണം ഈ നഗരത്തെ വളരെയധികം സുന്ദരമാക്കി. ചരിത്രപ്രസിദ്ധമായ പെട്ര ഇന്ന് തകർച്ചാ ഭീഷണിയിലാണുള്ളത്. ഭൂകമ്പവും പഴക്കവും മഴയും ഒക്കെ കാരണം ഇതിൽ വിള്ളലുകൾ ഉണ്ടാവുകയും പാറകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പെട്ര നാശത്തിൻ്റെ വക്കിലാണ്. ഇനി ഒരു കനത്ത ഭൂകമ്പം ഉണ്ടായാൽ ഈ വഴി പൂർണ്ണമായും അടയുകയും പാറകൾ വീഴുന്നത് ചരിത്ര സ്മാരകങ്ങൾക്ക് മാത്രമല്ല സന്ദർശകർക്കും അപകടമായി തീരുകയും ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ലോകമഹാത്ഭുതങ്ങളിലൊന്നായ പെട്ര സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്.